ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾക്ക് സുഖമാണ്. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ കൊണ്ടുവന്നു. അപ്പോൾ രാവിലെ തന്നെയാണ്, ഒരു 10 മണിക്കാണ് ഓള് സൈക്കിളിന്മേ ഇറങ്ങാൻ വേണ്ടി കണ്ട് നിന്നതാണ്. അപ്പോൾ കാറ്റ് കഴിഞ്ഞിരിക്കുന്നു ടയറിൽ. അപ്പോൾ ടയറിൽ കാറ്റ് ഇറക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ടയറിൽ കാറ്റ് ഇറക്കണത്. മറ്റേത് ആരെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കലാണ്. ഇന്ന് സ്കൂളില്ലാത്തൊരു ദിവസമാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ടയറിൽ കാറ്റൊക്കെ നിറച്ച് അവൾ ഓടാൻ തുടങ്ങിട്ടോ. ഓടാൻ തുടങ്ങിയതിന് ശേഷമാണ് ബാക്കിൽ ടയറിൽ കുറച്ച് കാറ്റ് കുറവാണ് കേട്ടോ. എന്നിട്ട് എന്നോട് പറയാണ്, ബാക്കിൽ ടയറിൽ കാറ്റില്ല കേട്ടോ. അപ്പോൾ അവൾ പറയണത് നമുക്കൊന്ന് കേട്ടോ കേട്ടോ. അത്രയും നേരം അവൾ കാറ്റടിച്ചിട്ട് പിന്നെ കാറ്റില്ലാന്ന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങി. അപ്പോൾ കുറച്ച് വഴുതനങ്ങ അവിടെ ഇവിടെയൊക്കെ പറിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പറിച്ച് കുറച്ച് ചീരൻ്റെ എല്ലാം ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിനൊക്കെ പോയതാണ്. അപ്പോൾ ഞാൻ പറിക്കണത് നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കാൻ വിചാരിച്ച്. എന്താണ്, എല്ലാവരും ഓരോ തൈയൊക്കെ നമ്മളെ വീട്ടിലൊക്കെ നട്ടുണ്ടാക്കിയാൽ ഇതുപോലെ പറിക്കാനൊരു സന്തോഷമാണ്. നമുക്ക് നല്ലത് കഴിക്കും ചെയ്യാമല്ലോ. പിന്നെ പപ്പായ ഒന്ന് പഴുത്ത് കിട്ടിയിരുന്നു. അപ്പോൾ അത് പറിച്ചെടുത്ത്. പിന്നെ ഇത് ചീരയാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു വള്ളിച്ചീര. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ വരുന്ന തെഴുത്ത് വരുന്ന ആ ഭാഗം കട്ട് ചെയ്തിട്ട് അത് ആ തണ്ടും കൂട്ടിയിട്ടാണ് നമ്മൾ അരിഞ്ഞ് ചീരത്തോരനൊക്കെ വെക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. തണ്ടിന് നല്ല ഹാർഡായിട്ടില്ല, നല്ല സോഫ്റ്റ് ആക്കാരം. അപ്പം ഞാൻ കുറച്ച് ഇലയും തണ്ടൊക്കെ മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ പിന്നെ മുറിച്ചെടുത്താൽ അതിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് കമ്പും കണിച്ചൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില്ലകളായിട്ട് ഇങ്ങനെ പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് പിന്നെ അത് മുറിച്ചെടുക്കാം. അങ്ങനെ ഉണ്ടോ ഈ ചീര മുറിച്ചെടുക്കൽ. എല്ലാവരും ചെയ്യലുണ്ടോയെന്ന് അറിയില്ല, ഞാനിങ്ങനെ ചെയ്യൽ. അപ്പം ഇങ്ങനെ ഞാൻ 2 പന്തൽമക്ക് പടർത്തി വെച്ചിട്ടുണ്ട്, ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പോൾ ഒന്ന് പറിച്ച് പിന്നെ നമുക്ക് വന്നതാണ്. അപ്പോൾ ഇത് നല്ലോണം പടർന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ മത്തനും കുമ്പളവള്ളിയും ചെരങ്ങവള്ളിയും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ പച്ചക്കറിയൊക്കെ ഇങ്ങനെ പറിച്ച്
ഒക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വീട്ടിലോട്ട് പോയിട്ട് പിന്നെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാനുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറി കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇന്ന് പറിച്ചെടുത്തതാട്ടോ. അപ്പോൾ വഴുതനുണ്ട്, വെണ്ടുണ്ട്, മുളകുണ്ട്, ചീരണ്ട്, അവക്കാഡോ ഉണ്ട്, പപ്പായ ഉണ്ട്. അപ്പോൾ എല്ലാം ഇനി കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ കഴുകിയൊക്കെ പാത്രത്തിലാക്കിയിട്ട് ഒക്കെ വൈകുന്നേരം കുറച്ച് ചീര ഉണ്ടാക്കണം. വൈകുന്നേരം തന്നെയാണ് ചിക്കൻ കറി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അവക്കാഡൊക്കെ ചാടിയിട്ട് പൊട്ടിക്കിടന്നതാണത്. നമുക്ക് ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ ഇതൊക്കെ പറിച്ചെടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഉണ്ടാക്കിയേണ്ടത് പറിച്ചെടുക്കുക എന്നുള്ള ആ ഒരു ഇതിൽ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നല്ലത് കഴിക്കും ചെയ്യാം. അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം കേട്ടോ. ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അളവ് നിങ്ങൾക്ക് എത്ര വേണ്ടത് വെച്ചാൽ അത്ര എടുക്കുക. ഞാനിപ്പോൾ ഇത്ര എടുത്തിട്ടുണ്ട്. അതിൽ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, പട്ട, ഗ്രാമ്പു ഒക്കെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്, ഉപ്പ്. അപ്പോൾ സിമ്പിളായിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ കുഴച്ചിട്ട് നല്ലോണം കൂട്ടി കുഴച്ചെടുക്കുക. അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടുപ്പത്ത് വെക്കുക. അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ആദ്യം നല്ല ഹൈ തീയിൽ വെക്കുക കേട്ടോ. പിന്നെ ഒന്ന് തിളച്ചതിന് ശേഷം കുറച്ച് തീ വെച്ചിട്ട് ചെറിയ തീയിൽ ഇങ്ങനെ വന്നിട്ട് വെന്തെടുക്കണം. അപ്പോൾ നമുക്ക് ചപ്പാത്തിൻ്റെ കൂടി ചോറിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ചെറിയ തീയിലോട്ട് മാറ്റാം. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങണോണ്ടേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.